എനിക്കൊരു സംശയം, വിഘടിത യാക്കോബായ വിഭാഗത്തിന്റെ അങ്കമാലി ഭദ്രാസന മെത്രാപ്പൊലീത്ത ആരാ? നമ്മുടെ എല്ലാം അറിവ് എബ്രഹാം മാർ സേവ്യൂറിസ് തിരുമേനിയാണെന്നാണ്. എന്നാൽ അല്ല കേട്ടോ, കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് മാത്രമാണ് എബ്രഹാം മാർ സേവ്യൂറിസ് തിരുമേനി. നേരത്തെ ശ്രേഷ്ഠന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, ഇപ്പോൾ കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനിയുടെ അസിസ്റ്റന്റായി, അത്രമാത്രം. ഇഗ്നാത്തിയോസ് അപ്രയും ദ്വിതീയം പാത്രിയാർക്കീസ് ബാവയുടെ അധ്യക്ഷതയിൽ പുത്തൻകുരിശ് പാത്രിയാർക്കി സെന്ററിൽ ഡിസംബർ 8-ാം തീയതി കൂടിയ ആഗമാന സുറിയാനി സഭയുടെ കീഴിലുള്ള യാക്കോബായ വിഭാഗം, അതിന്റെ സുന്നതോസ് എബ്രഹാം മാർ സേവ്യൂറിസ് തിരുമേനിയെ അങ്കമാലി ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായി നിയമിച്ചിരുന്നു. പാത്രിയാർക്കീസ് ബാവയാണ് കൽപ്പന നൽകിയത്. ഇത് പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളിലും വന്ന വാർത്ത, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിച്ച വാർത്ത. എബ്രഹാം മാർ സേവ്യൂറിസ് തിരുമേനിയുടെ കളർഫുൾ ചിത്രമൊക്കെ വെച്ച് വളരെ ഗംഭീരമായിട്ടാണ് പിറ്റേ ദിവസം പത്രങ്ങളിലെല്ലാം വന്നത്. 982 മാർച്ച് 6-ാം തീയതി പരിശുദ്ധ ഇഗ്നാത്തിയോസ് സക്ക പ്രഥമൻ പാത്രിയാർക്കീസ് ബാവയായിരുന്നു അങ്കമാലി ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലീത്തയായി എബ്രഹാം മാർ സേവ്യൂറിസ് തിരുമേനിയെ വാഴിച്ചത്. യാക്കോബായ വിഭാഗത്തിലെ ഏറ്റവും സീനിയർ മെത്രാപ്പൊലീത്തയായിരുന്ന ഇദ്ദേഹത്തെ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ 2013-ൽ അങ്കമാലി ഭദ്രാസനത്തിന്റെ അങ്കമാലി മേഖല മെത്രാപ്പൊലീത്തയായി തരം താഴ്ത്തി. എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ നവംബർ 13-ാം തീയതി ബുധനാഴ്ച കോതമംഗലം മർത്തോമൻ ചെറിയ പള്ളിയിൽ വെച്ച് യാക്കോബായ വിഭാഗത്തിലെ മറ്റ് എല്ലാ മെത്രാന്മാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ എബ്രഹാം മാർ സേവ്യൂറിസ് മെത്രാപ്പൊലീത്തയുടെ കന്ദീല ശുശ്രൂഷ നടത്തിയത്. തുടർന്ന് അദ്ദേഹം തന്റെ ചുമതലകളിൽ നിന്നെല്ലാം സ്ഥാനത്തേക്കുകയും ചെയ്തു. പ്രായാധിക്യവും രോഗങ്ങളും ഒക്കെ ആയിരുന്നു ഇതിന് കാരണമായി അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പാത്രിയാർക്കീസിന്റെ മലങ്കരയിലെ സന്ദർശനത്തോടെ, അതായത് ഇപ്പോൾ ശ്രേഷ്ഠന്റെ 40-ാം ചരമദിനം ആഘോഷിക്കാൻ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ കീഴ്മേൽ പറഞ്ഞു. അദ്ദേഹത്തെ അങ്കമാലി ഭദ്രാസന മെത്രാപ്പൊലീത്തയായി നിയമിച്ചു. എന്നാൽ ആ നിയമനം പലരുടെയും നെറ്റി ചുളിപ്പിച്ചു. അതാർക്കും ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനിക്കും കൂട്ടർക്കും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി പാത്രിയാർക്കീസ് ബാവയെ കൊച്ചിയിൽ നിന്ന് വണ്ടി കയറ്റി വിട്ടിട്ട് തിരികെ പാത്രിയാർക്ക സെന്ററിലെത്തി ആദ്യം ചെയ്തത് എബ്രഹാം മാർ സേവ്യൂറിസ് തിരുമേനിയെ അങ്കമാലി മെത്രാപ്പൊലീത്തയായി നിയമിച്ച പാത്രിയാർക്കീസിന്റെ കൽപ്പന പിൻവലിക്കുകയും പകരം ഗ്രിഗോറിയസ് തിരുമേനിയെ തന്നെ ഈ ഭദ്രാസനം ഏറ്റെടുക്കുകയും ചെയ്യുന്ന കൽപ്പന ഇറക്കി. എന്താ, കൊള്ളില്ലേ? കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് ഒരു പക്ഷേ പേടിച്ചിട്ടായിരിക്കും. കാരണം ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ ഭാവിയിൽ ഏറ്റുമുട്ടാൻ വന്നെങ്കിലോ? മാത്രമല്ല, ശ്രേഷ്ഠ കാതോലിക്ക തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സീനിയറായ സേവ്യൂറിസ് തിരുമേനിയെ മനഃപൂർവ്വം അവഗണിച്ചതിന് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായാലോ എന്നൊരു പേടിയും കാണും. മനുഷ്യനല്ലേ, സ്വാഭാവികമാ. പേടിയും ഭയവും ഒക്കെ എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. മുളയിലെ നുള്ളി മൂലയിൽ ഒതുക്കിയിരുത്തിയാൽ പിന്നെ പേടിക്കണ്ടല്ലോ. എല്ലാ മേഖലകളെയും സ്വതന്ത്ര ചുമതലയുള്ള ഭദ്രാസനമാക്കുവാനാണ് തന്റെ ആഗ്രഹമെന്ന് വ്യാജ വിൽപത്രത്തിൽ ശ്രേഷ്ഠൻ എഴുതിയിരുന്നു. അത് പാത്രിയാർക്കീസ് ബാവ സമ്മതിക്കാതെയാണ് സേവ്യൂറിസ് മെത്രാനെ അങ്കമാലി ഭദ്രാസന മെത്രാപ്പൊലീത്തയാക്കിയത്. ചുരുക്കത്തിൽ പാത്രിയാർക്കീസിന്റെ കൽപ്പനയ്ക്ക് ഇപ്പോഴേ പൊല്ലുവിലയാണ് കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി കൊടുക്കുന്നതെന്ന് സാരം. ഇത് എവിടെ വരെ പോകുമെന്ന് കാത്തിരിക്കുകയാണ് എബ്രഹാം മാർ സേവ്യൂറിസ് തിരുമേനി.